വളരെ സന്തോഷമുള്ള ദിവസമാണ്. മോളുടെ വെച്ചാൽ ഒരു മോളുള്ളൂ. അവളുടെ ബാപ്റ്റിസമാണ്. നല്ലൊരു ഒച്ചനോട് ഇതുവരെ ഒരു പ്രശ്നമില്ല. വളരെ ശാന്ത സ്വഭാവമാണ്. രണ്ട് പേന സൈക്കിൻ്റെ നോർമലും സിസേറിയനും. നോർമൽ എനിക്ക് പെയിൻ അത്രയും സഹിക്കാൻ പറ്റണ്ടായില്ല. സി സെക്ഷൻ പക്ഷേ എനിക്ക് പെയിൻ കുഴപ്പമുണ്ടായില്ല, സഹിക്കാൻ. പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹസ്ബൻഡ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യണേ. കറക്റ്റ് ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് വന്നു. എനിക്കപ്പോൾ അതൊരു നല്ലൊരു സപ്പോർട്ടായിരുന്നു. അമ്മേൻ്റെ സ്ഥാനത്ത് അമ്മേൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഫുൾ ടൈം. പ്രഗ്നൻസി ടൈമിൽ കൂടെ നിൽക്കാൻ പറ്റിയില്ല, അതിൻ്റെ മാത്രമേ ഉള്ളൂ. ദെൻ ബട്ട് ഡ്യൂ ഡേറ്റ് ആയപ്പോഴേക്കും ലീവ് കിട്ടി വന്നു. പിന്നെ 15th ഇവള് ജനിച്ച് ഇവള് ഫസ്റ്റ് ഇവള് കൈ തന്നപ്പോഴാണ് ലൈക്ക് എന്താ പറയുക ഒരു ഫാദർഹുഡ് എന്താണെന്ന് ലൈക്ക് മനസ്സിലായത്. രണ്ട് പേരാണ് സെലക്ട് ചെയ്ത് വെച്ചത്, സാറ എലിസബത്തും സോയ് എലിസബത്ത് മെൽവിനും. സോയ് പിന്നെ ഒരു മീനിങ് ഉണ്ട്, ലൈഫ് എന്നുള്ള ഞങ്ങളുടെ ലൈഫാണ് ഇവള്, ആ ഒരു മീനിങ് ഉണ്ട്. വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞു ബബുഡു എന്നാണ്. ബബുഡു എന്ന് എൻ്റെ പേരാണ്. അപ്പം എൻ്റെ കോളായതുകൊണ്ട് കുഞ്ഞു ബബുഡു എന്ന് എല്ലാവരും വിളിക്കും. പിന്നെ മദർഹുഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു പുതിയ ആൾ വന്നതിൻ്റെ ആ ഒരു വ്യത്യാസം നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ശരിക്കുള്ള ഒരു പാരൻറ്റിങ് വരുന്നത് ഞങ്ങൾ ചെന്നൈ പോകുമ്പോഴായിരിക്കും. കാരണം ചെന്നൈ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല, ഞാനും ഹസ്ബൻഡും പാവയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളെങ്ങനെയായിരിക്കും അപ്പോഴായിരിക്കും ഞങ്ങളുടെ ശരിക്കുള്ള പാരൻറ്റിങ് വരുന്നത്. പിന്നെ നീ പാട്ട് പാടും. അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള് വളര് കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു നിധിയല്ലേ